ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കൂട്ടായി മംഗലംകടവ് എന്നുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കൂട്ടായിക്കടവ് റിസോർട്ടിലേക്കാണ്. ഒരു ഫാം സ്റ്റേ എന്നുള്ള രീതിയിലാണ് ഈ റിസോർട്ടുള്ളത്. എല്ലാവർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കായലിലെ തണുത്ത കാറ്റും കൊണ്ട് ആ ഏർമാടത്തിലിരിക്കാൻ തന്നെ വളരെ മനോഹരമാണ്. കുട്ടികൾക്ക് ഷട്ടിൽ തുടങ്ങിയ ഗെയിമുകൾ കളിക്കാനായി ഒരു വിശാലമായ ഗ്രൗണ്ടുണ്ട്. ആ സൈഡിൽ കാണുന്നതാണ് താമസിക്കാനുള്ള ഹട്ട്. അപ്പോൾ അതിൽ 3 ബെഡ്റൂമാണുള്ളത്. ആ സൈഡിൽ കണ്ടോ, ഒരു ഗ്രീനറി തീമിൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു ഹട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ച് അവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ അടുത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്ക് വരുന്നുണ്ട്. ഒഴിവുള്ള ഒരു ദിവസം മാറ്റി വെച്ച് കൂട്ടായിലുള്ള ഈ റിസോർട്ടിലേക്ക് പോയാൽ ഒരിക്കലും മിസ്സാവില്ല. അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ്. നമുക്ക് കണ്ടൽക്കാടിനിടയിലൂടെ ബോട്ടിങ്, കയാക്കിങ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ മീൻ പിടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. ഈ സൈഡിൽ സ്റ്റേജ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഫാമിലി മീറ്റപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. രാത്രിയാകുമ്പോൾ ഇവിടെ ഒന്നാകെ ലൈറ്റ് ഇട്ട് നല്ല വൈബായിരിക്കും. പിന്നെ ഇതാ ഇവിടെ ഒരു ഏർമാടം പോലെ സെറ്റാക്കിയിട്ടുണ്ട്. മേലെ നിന്ന് നമുക്ക് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമല്ലേ, എന്താ ഭംഗി. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ ഇവർ ബോട്ട് തരും. അതിൽ നമുക്ക് എത്ര നേരമെങ്കിലും കണ്ടൽക്കാടിനിടയിലൂടെയൊക്കെ സഞ്ചരിക്കാം. പുഴയോരമിൽ പുലരി പുണരാൻ കൂട്ടായിക്കടവ് റിസോർട്ട്. താമസ സൗകര്യമുണ്ട്. അതിനായി ഒരു ഹട്ടിൽ 3 ബെഡ്റൂമുണ്ട്. അതിൽ തന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു സിറ്റ് ഔട്ട്, പിന്നെ ഒരു കിച്ചണ്, പിന്നെ 2 ബാത്റൂമുകളാണുള്ളത്. ഡൈനിങ് ഹാളിൽ നല്ല സോഫയും പിന്നെ അതുപോലെ തന്നെ ടിവിയും ഒക്കെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം, ഒരു നോർമൽ ബെഡ്റൂമാണ്. ഇതാണ് ഡൈനിങ് ഹാള്. പിന്നെ നെക്സ്റ്റ് റൂമിലും ഇതേപോലെ തന്നെയാണ്, കബോർഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡൈനിങ് ഹാളിൽ ഇതാ ഒരു ബാത്റൂം ഉണ്ട്. ഈ റൂമിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ കിച്ചണിൽ നമുക്ക് സ്വന്തമായി കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഞങ്ങൾ ഷട്ടിലൊക്കെ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഷട്ടിൽ കളിക്കാൻ ഇതാ നെറ്റൊക്കെ കെട്ടുകയാണ്. എനിക്ക് രാത്രി ആയപ്പോഴാണ് ഒന്നുകൂടെ രസം തോന്നിയത്. കാരണം എല്ലാ സ്ഥലത്തും ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് വന്നതാണ്. സൂര്യൻ അസ്തമിക്കുകയും ചന്ദ്രൻ അതിൻ്റെ സ്ഥാനം പിടിക്കുകയും ചെയ്യുമ്പോൾ ആകാശം മുഴുവൻ പ്രകാശിക്കുന്നു. നക്ഷത്രനിബിഡമായ ആകാശത്തിന് കീഴിൽ ഉറങ്ങുന്നതിനേക്കാൾ സ്വപ്നതുല്യമായ മറ്റൊന്നില്ല. പിന്നെ ഇവിടെ ഇതാ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി പ്രൈവസിയുള്ള അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട്. കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണീ രാജാത്തി. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മണി മാനത്തോദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി. ഈ വീൽചെയർ കണ്ടോ, പ്രായമായ വല്യമ്മമാരെയും നടക്കാൻ പറ്റാത്തവരെയും ഒക്കെ നമ്മുടെ കൂടെ കൂട്ടിയാലും ഒരു ഭയവും വേണ്ട. അവർക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീൽചെയർ സൗകര്യമാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ. ഇഹവും പരവും ജയമേഘല്ല.
ഇഹവും പരവും ജയമേകല്ല ഈ മനമിൽ അമർ തീർക്കനാഥ ഈ പ്രപഞ്ച സൃഷ്ടാവതിയേ ഇരവും പകലുകൾ പടച്ചവൻ നീയേ ഈ പ്രപഞ്ച സൃഷ്ടാവതിയേ ഇരവും പകലുകൾ പടച്ചവൻ നീയേ. പിന്നെ ഇവിടെ ഇതാ നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സൗകര്യമുണ്ട്. ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഈ സമയത്ത് ഇവിടേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ ഒരുപാട് പേര് മീൻ പിടിക്കുന്നതും കക്ക പറിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. 50-ലേറെ പേർക്ക് ഒരുമിച്ചിരുന്ന് ഫാമിലി ഗെറ്റ് ടുഗദർ മീറ്റിംഗ് നടത്താനുള്ള സൗകര്യം, രാത്രിയായാൽ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യം, പിന്നെ അതുപോലെ ബാർബിക്യൂ സൗകര്യം, ഫിഷിംഗ് സൗകര്യം തുടങ്ങിയ ഒരുപാട് ഫെസിലിറ്റീസ് പിന്നെ അവരുടെ വക നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അൽഫാം മന്തി ആയിരുന്നു രാത്രി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം ജാസിതാത്ത കൊണ്ടുവന്ന കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യാണ്. ഇനി നമുക്ക് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. രാവിലെ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞ് കണ്ടൽക്കാടിനിടയിലുള്ള യാത്ര അടിപൊളിയാണെന്ന്. അപ്പം ഞങ്ങളും വിചാരിച്ചു അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്ന്. സത്യം പറയാലോ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതൊന്ന് നേരിൽ കാണണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ഇതിനായിട്ട് പുറപ്പെട്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് പെഡൽ ബോട്ടിലാണ്. അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന സങ്കീർണമായ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ. ഈ കണ്ടൽക്കാടുകൾ ഈ ബോട്ടിലിരുന്ന് കാണണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. സുനാമി പോലെയുള്ള കടൽക്ഷോഭങ്ങളിൽ നിന്നും കടൽ തീരത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളും. ഇവിടെ ഫിഷിംഗ് സൗകര്യം അവൈലബിൾ ആണ്. ഈ ബോട്ടിലിരുന്ന് നമുക്ക് വേണമെങ്കിൽ ഫിഷിംഗ് ചെയ്യാം. തീരമേ തീരമേ നീരുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിനുദിച്ച ശോണരൂപനിൻ സൂര്യനെ തീക്ഷ്ണമായി പുൽകിരണ കരങ്ങളാ ഇവളെ നീ ആകാശമേ കഥയിലെ ഹോറിയോ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വച്ചു നീനിക്കായി അപരിചിതപുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം ദീപഹൃതം തേടിയ തീരം ദൂരം ചന്ദിര പുതുനാരീൻ മനം കൊണ്ട് ജോറിലവാ മാരനി ശോഭയിൽ ചുടർ വന്നിരിന്തും തെളിവൊടി മാറാ രസമൊടിവാ താരങ്ങളും മേഘങ്ങളും തസ്ബീഹോതും രാവിൽ പാപങ്ങളാൽ ജന്മങ്ങളെ തക്കവയിലൊഴുകും നേരം അഹദോന്റെ നാമം വാഴ്ത്തി ഹറമിലെ കിളികൾ പാടി ഇരുലോക രക്ഷകനേ ഈമാന്റെ വഴിയരുളേണേ ഈ മണ്ണിലെ മുൾപാതയിൽ തണലും പൊരുളും നീയേ അകലെ
വചനം കാതിലുണരും. അപ്പോൾ തിരൂർ ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ ലൊക്കേഷൻ പറയാം. മലപ്പുറം ജില്ലയിലെ തിരൂർ കൂട്ടായി മംഗലം കടവിലുള്ള കൂട്ടായി കടവ് റിസോർട്ട്. ഇവിടെ കണ്ടില്ലേ, ഇത് മണൽ കൊണ്ടുപോകുന്നതാണ്. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഇവിടെയൊക്കെ തന്നെ വരണം. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ്. ഇവരുടെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കോൺടാക്റ്റ് നമ്പർ 9446927259. അപ്പോൾ തിരൂർ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. ഞങ്ങളെ